ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ആശീർവാദിൻ്റെ മാവാണ് എടുത്തേക്കുന്നത്. ഇന്ന് നമുക്ക് പൂരി റെഡിയാക്കാം. പൂരിയും കിഴങ്ങ് കറിയും. അങ്ങനെ ഞാൻ മാവെടുത്ത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി. ഉപ്പ് എല്ലായിടത്തും ആവണം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല പോലെ എല്ലായിടവും വെള്ളമാക്കി. വെള്ളം കൂടിപ്പോകരുത്, പിന്നെയും മാവിടേണ്ടി വരും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് മാവൊന്ന് കറക്റ്റ് പരുവത്തിനാക്കി എടുക്കാം. കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കാം. നന്നായിട്ട് ഇടിച്ച് പരത്തണം. അത് ഞാൻ ഒന്ന് ടൈൽ ക്ലീനാക്കി വെച്ചിട്ട് പാതാമ്പുറത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇവിടെ വെച്ച് ഇടിച്ച് നന്നായിട്ട് പരത്തി കിട്ടുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. കണ്ടോ, നല്ല സൂപ്പറായിട്ടിരിക്കും. കുറച്ച് എണ്ണയും തടവി കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ മാവ് ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടതിന് ശേഷം ഞാൻ ഇതാക്കി വെച്ചതാണ് കേട്ടോ. വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ മാവ് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല. അങ്ങനെ നമുക്ക് കുഞ്ഞു ബോൾസാക്കി വയ്ക്കാം. അങ്ങനെ കുഞ്ഞു ബോൾസാക്കി വെച്ചു. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള കിഴങ്ങറിക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങെടുത്ത് നന്നായിട്ട് കഴുകാം. നിങ്ങൾ ഈ പൈപ്പ് കാണുമ്പോൾ വിചാരിക്കും പൈപ്പിൻ്റെ പുറത്ത് അഴുക്കൊക്കെയാണെന്ന്. അത് ഞാൻ സ്ക്രബിട്ട് തേച്ച് അതിൻ്റെ മിനുസം പോയതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലേക്ക് മുഴുവനോടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് എനിക്ക് നന്നായിട്ട് വെള്ളം തയ്ച്ചു. അപ്പോൾ നമുക്കൊരു തണ്ണിമത്തൻ ഇരുന്നു. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ജ്യൂസ് അടിച്ച് ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചു ഗൈസ്. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസും റെഡിയായി. അങ്ങനെ നമുക്ക് സവാള എടുത്ത് കുക്കറപ്പം ഷൂ വിളിക്കാൻ തുടങ്ങി. അതിനെ നമുക്ക് കടുക് വറുക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നിങ്ങളുടെ സൺഫ്ലവർ ഓയിൽ എന്തായാലും മതി. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ആവശ്യത്തിന് കടുകിട്ട് ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയിട്ട് നമ്മുടെ സവാള കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അങ്ങനെ നമുക്ക് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കളർ ഒന്ന് ബ്രൗൺ കളറായിട്ട് മാറുന്ന വരെ നമുക്കൊന്ന് വശക്കി കൊടുക്കണം. നന്നായിട്ട് വശക്കാം. അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളകും ഒരു തൊണ്ടമുളകുമാണ് എടുത്തേക്കുന്നത്. അതും ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെത്തിക്കളയുമ്പോഴൊന്നും അധികം സ്കിന്ന് പോകില്ല. ഇതാകുമ്പോൾ വേവിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വൃത്തിക്ക് അതിനെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ സാധിക്കും. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്, ഉരുളക്കിഴങ്ങ് ക്ലീനാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഞാനിവിടെ തൊലിച്ചെടുത്ത് നല്ല സൂപ്പർ മഞ്ഞമുട്ട പോലെ ഇരിപ്പുണ്ട്. കണ്ടോ, അതിന് നമുക്കൊരു പിച്ചാത്തി വെച്ചോ ഒരു തവി വെച്ചോ എന്തെങ്കിലും വെച്ചോ ഒന്ന് ഇതുപോലെ 2 3 മുറിച്ചതിന് ശേഷം റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ സവാള ഇവിടെ വശന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മഞ്ഞ കളറാണല്ലോ, അപ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കാം. അത് ഇത്തിരി ഇതായി വരുമ്പോൾ നന്നായിട്ട് മിക്സ് ആക്കാം. അങ്ങനെ നമ്മുടെ മസാല ലാസ്റ്റത്തെ ഗരം മസാലയാണ് കേട്ടോ ഇത്. ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കടുക് വറ കണ്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സെറ്റാക്കി വെച്ച പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് വിരുദിനായിട്ട് നമുക്ക് നന്നായിട്ട് കൊത്തു പൊറോട്ടയ്ക്ക് നമ്മൾ കൊത്തത്തില്ലേ, അതുപോലെ കുത്തി മൊത്തത്തിൽ നമുക്കതൊന്ന് മിക്സാക്കി എടുക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സാക്കി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് എങ്കിലേ നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് സെറ്റാക്കി കിട്ടത്തുള്ളൂ. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി പരുവപ്പെടുത്തിയെടുക്കാം. ഇടിച്ച് പിഴിഞ്ഞ് സെറ്റാക്കി എനിക്കപ്പോൾ മസാല കുറച്ച് കുറവ് തോന്നി, അതാണ് ഞാൻ കുറച്ചും കൂടെ മസാല ഇട്ടത്.
നല്ല പരുവായിട്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാലാണ്. രണ്ടാം പാലൊഴിച്ച് ഒന്ന് മിക്സാക്കി വയ്ക്കുക. ഇത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലാണ്. ഒന്നാം പാലും കൂടെ ഒഴിച്ച് മിക്സാക്കി നല്ല സൂപ്പറാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് മല്ലിയില ഇട്ട് കേട്ടോ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടുള്ള നമ്മളുടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൂരിക്ക് നല്ല സൂപ്പർ കോമ്പിനേഷനാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മൾ പൂരി ഉണ്ടാക്കാൻ വെച്ചിരുന്ന എണ്ണ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണയിൽ പൂരി എടുത്തിട്ട് കണ്ട നല്ല ബബിൾസ് പോലെ പൊങ്ങി വരുന്നുണ്ട. നല്ല സൂപ്പർ ഡ്യൂപ്പർ പൂരി. ഒരു ഷേപ്പില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്യുക. കണ്ട നമ്മുടെ പൂരി ഇവിടെ സൂപ്പറായിട്ട് വരുന്നുണ്ട. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയിട്ട്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട ആവശ്യമില്ല. മാവ് അങ്ങനെയൊന്നുമില്ല. ഞാൻ നോർമലായിട്ടുള്ള പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്, പൂരിയും കറി. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്ബാക്കുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.